围已经接近大家可以看到。സോ 7th എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ മിസ് പാലും അതുപോലെ തന്നെ മിസ്റ്റർ വാങ്ങും നമ്മൾ സംസാരിക്കണ കാണിക്കുന്നത്. ഓരെന്താ സംസാരിക്കണമെന്ന് വെച്ചാൽ ആ കോമ്പറ്റീഷനിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ളത് വാങ്ങാൻ, പക്ഷെങ്കിൽ ഓനക്ക് 0 മാർക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മിസ്റ്റർ വാങ്ങി ചോദിക്കും, അല്ല നിങ്ങളല്ലേ ഇപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കണേ, അപ്പോൾ ഓനെങ്ങനെ ക്ലാസ്സിലൊക്കെ എങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയും ഓന് എന്നാലും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കും, അല്ലാത്ത സമയമാണെങ്കിൽ ഓൻ ഫുള്ള് ഉറക്കിയിരിക്കും, അല്ലാത്ത വേറെ കുട്ടികളോടൊന്നും സംസാരിക്കണേ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടാളും സംസാരത്തിൽ മനസ്സിലാവും നമ്മുടെ ക്ലാസ് 60, അതായത് നമ്മൾ വാങ്ങിൻ്റെ ക്ലാസ് 59 ക്ലാസ്സിന് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഐ മീൻ കോമ്പറ്റീഷൻ നടത്തുന്നത്. അതായത് 59 ക്ലാസ് വെച്ചാൽ ഈ താങ്ങിൻ്റെ ഒക്കെ ക്ലാസ്സാണ്. മാത്രമല്ല കഴിഞ്ഞ 100 വർഷമായിട്ട് 24 മാച്ചായിരിക്കും ഈ രണ്ട് ക്ലാസ്സും തമ്മിൽ നടന്നിട്ടുണ്ടാവുക. അതിൽ തന്നെ 23 പ്രാവശ്യം ക്ലാസ് 59 ജയിച്ചിട്ടുണ്ടാവുക. ഒരു മാച്ചിൽ മാത്രം ഈ രണ്ട് ക്ലാസ് തമ്മിൽ ഡ്രോ ആവുകയാണ്. അത് കാരണം എന്താ വെച്ചാൽ സൂവിൻ്റെ അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് കാരണമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സൂ പറയും ഈ പ്രാവശ്യത്തെ റിസൾട്ട് കുറച്ചും കൂടി വ്യത്യാസമായിരിക്കും, നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റാത്ത റിസൾട്ടായിരിക്കും മേ ബി ഇപ്രാവശ്യം ഉണ്ടാവാൻ. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ആ മത്സരം നടക്കുന്ന സ്ഥലം കാണിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ക്ലാസ് 59ത്തെ ഓരോ കുട്ടികളും അവിടെ നിന്നൊരു ട്രെയിനിങ് എടുക്കുന്നുണ്ടാവും. അതിൽ നമ്മുടെ ടാങ്ങും ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള റിപ്പോർട്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ടാങ് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓൻ്റെ പവറിൽ ഏറ്റവും ടെസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ റിപ്പോർട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓൻ്റെ പവർ അവിടെ എഴുതി കാണിക്കും, അതായത് ഓൺ എ സ്പിരിച്വൽ പേഴ്സ്. പക്ഷേങ്കിൽ അത് കാണുമ്പോൾ എനിക്ക് എന്തോ മരിക്കും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുവ ഓൻ്റെ പേര് മാറ്റിയിട്ട് കോമഡി ആയിട്ടായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ തേങ്ങാണെങ്കിൽ അവൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് നല്ല പൊക്കി അടിച്ചണുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവർ ഫുള്ള് പ്രാക്ടീസിലാണ്, വേറൊരു പണിക്കും നിൽക്കണില്ല എന്ന്. അതിൻ്റെ കൂടെ തന്നെ അവൻ ക്ലാസ് 60 കുറ്റം പറയുന്നുണ്ട്. അപ്പം അത് ഇവർ ടി വി കൂടെ കേൾക്കുന്നുണ്ട് നമ്മുടെ വാങ്ങും ഫ്രണ്ട്സും. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കും ക്ലാസ് 60ത്തെ വാങ്ങിനെ കുറിച്ചിട്ട് എന്താ അപ്പം എനിക്ക് പറയാമല്ലോ, ഓനക്ക് തീരെ സ്പിരിച്വൽ പവർ ഇല്ലാതെ തന്നെ ഓന് ഫസ്റ്റ് പൊസിഷനിലാണ്, അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ചോദിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ടാങ് ഭയങ്കര ദേഷ്യത്തിൽ റിപ്പോർട്ടറിനെ തുറച്ചു വെക്കുകയാണ്. അപ്പോൾ തന്നെ റിപ്പോർട്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റുകയാണ്. എന്നിട്ട് ടാങ് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആരൊക്കെ ഈ കോമ്പറ്റീഷന് പറഞ്ഞേക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ വാങ്ങ് പറയും നമുക്ക് വാങ്ങിനും സുന്നിനും അതുപോലെ തന്നെ ചെന്നിനും ഗുവനും പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ടീച്ചർ പറയും അതിൽ സുന്നല്ലാതെ വേറെ ആർക്കും അത്രക്ക് പവേഴ്സ് ഒന്നും ഇല്ലാന്ന് പറയാം. അത് കേട്ടപ്പോൾ നമ്മുടെ സൂ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ മിസ്സിനെ നോക്കിയിട്ട് പറയണേ, കാരണം ഭയങ്കര വിശ്വാസമുണ്ട്, ഉറപ്പാണ് ഇത് ഓല് ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കും എന്ന് പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴാണെങ്കിൽ നമുക്ക് ടീച്ചറിനെ പറ്റില്ല എന്ന് പറയാനും വയ്ക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ടീച്ചർ പറയണം ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷന് 5 ആൾക്കാർ വേണം, അപ്പം 4 ആളായിട്ടുള്ളൂ. അപ്പം ഇനി ഒരാളും കൂടി വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ സൂ ആ പട്ടീനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെന്താ ഇവൻ പോവല്ലോ പറയണം. കാരണം എന്താ വെച്ചാൽ ആ എടുത്ത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്പിരിച്വൽ ഫോഴ്സ് ഉള്ള ഒരു ജീവി അറിയുന്നത് ആ ഈ പട്ടി. അപ്പം നമ്മുടെ ടീച്ചറാണെങ്കിൽ ഇല്ലല്ല അതൊന്നും പറ്റില്ല, ഒരു കോമ്പറ്റീഷന് പട്ടിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സൂ പറയണം അങ്ങനെ ഒരു നിയമമൊന്നും ഈ കോമ്പറ്റീഷനിലില്ല, ഒരു മൃഗത്തിന് കൊണ്ടുപോകുന്നതൊന്നും. മാത്രമല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഒരു ടീം ഫോക്സിനെ കൊണ്ടുപോയിട്ടുണ്ട്, ആ ഫോക്സിനെ കൊണ്ടുപോയ ടീമാണെങ്കിൽ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവരൊരു സ്പെല്ല് യൂസ് ചെയ്തിട്ട് ആ പട്ടീനെ ഒരു മനുഷ്യനാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ശരീരഘടനൊക്കെ മനുഷ്യൻ്റെ പോലെ ആയിക്കണേലും പട്ടിയുടെ തല അവിടെ തന്നെ ഉണ്ട്. അതായത് ഇയാൾ സ്പിരിച്വൽ ഫോഴ്സിൽ അയാൾക്ക് പട്ടിയുടെ തല മാത്രം മാറ്റാൻ പറ്റില്ല. അത് കണ്ടിട്ട് ഒരു പെട്ടെന്ന് പട്ടിയുടെ രൂപത്തിൽ തന്നെ ആക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സൂ പറയും ഈ പട്ടി ഭയങ്കര പവറുള്ള പട്ടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പിരിച്വൽ ഫോഴ്സ് നമുക്ക് സിമ്പിളായിട്ട് 5000 ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് സൂ നമ്മുടെ പട്ടിയുടെ ചെവി വന്നിട്ട് പറയണം ഇതെങ്ങാനും ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ അന്നെ ഞാൻ ഫ്രീ ആക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പട്ടിയും ഭയങ്കര എന്നാൽ പിന്നെ നമുക്കിതൊന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്പിരിച്വൽ ഫോഴ്സ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5000 ഉണ്ടാവും. അത് കണ്ടപ്പോൾ ക്ലാസ് 59ത്തെ കുറച്ച് ചെക്കന്മാരെ അറിയുന്നത് അപ്പോൾ അത് ഒരു പട്ടിയും കൂടി എന്നെ ബാക്കിലാക്കിയിട്ടുണ്ട് തേങ്ങ എന്ന് പറയുമ്പോൾ തേങ്ങ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുന്ന് വാങ്ങ് ഗുവോ ചെന്ന് പട്ടി ഇവരിനെ എല്ലാവരും കൂടി നമ്മുടെ ടീച്ചർ വീചാറ്റിൽ ആഡ് ആക്കണം. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ 5 ആൾക്കാരെയാണ് നമ്മൾ ഇതിന് സെലക്ട് ചെയ്തിട്ടുള്ള കോമ്പറ്റീഷന്. മാത്രമല്ല 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഞങ്ങളുടെ സ്പിരിച്വൽ വേർഡ് കാണിച്ചു തരണം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുവ വിട്ടുകൊടുക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചെന്നൈ കാര്യം അച്ഛനോട് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ ഒരു കമ്പൊക്കെ ഒടിച്ചിട്ട് അയാളെ തന്നെ വേർഡ് നമ്മുടെ ഇവനക്ക് ഗോഗു കൊടുക്കുകയാണ്, ഗോക്കല്ല ചെന്നിന് കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ചെന്നിന് എന്തോ വലിയ അവാർഡ് കിട്ടിയ സന്തോഷമാണ്. അങ്ങനെ ചെന്നും ഓൻ്റെ അച്ഛൻ്റെയാണ്, പക്ഷേങ്കിൽ ഓൻ്റെ ഇത് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുന്നും ഓൾത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ എല്ലാവരും ഞെട്ടും, കൂടെ ടീച്ചറും കൂടി ഞെട്ടും. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് റയറായിട്ടുള്ള പീസാണ് ആ സ്വേർഡ്. അങ്ങനെ ടീച്ചർ പറയും ഇനി അടുത്ത ഡോഗിനോട് അതുപോലെ തന്നെ വാങ്ങിനോടും ഓരോ സ്വേർഡ് കാണിക്കാൻ. അപ്പം നമ്മുടെ ചെന്നും ഗുവൊക്കെ പറയും
അതിന് പട്ടിക്ക് അവിടുന്ന് സോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പട്ടി ഒരു സ്പാൻഡറോ അങ്ങനെ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഫോട്ടോ എടുത്ത് വിട്ടു കൊടുക്കും. മാത്രമല്ല പട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ വാങ്ങും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ടീച്ചർ അറിയും ഇനി അടുത്തത് വാങ്ങും കൂടിയാണ് ഇടാനുള്ളത്, വാങ്ങിനോട് ഇടാൻ പറയും. അപ്പം നമ്മുടെ മിസ് പാല് പറയും അല്ല ഇനി വാങ്ങിൻ്റെ അടുത്ത് സോഡ ഇല്ലേ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ അതും കണ്ടിട്ട് വാങ്ങ ഒന്നും മെയിൻ്റ് ആക്കാതെ നൂഡിൽസ് തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നൂഡിൽസ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വാങ്ങ് ഫോട്ടോ എടുത്തിട്ട് യെസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ സീന് മാറിയിട്ട് കാണുന്നത് നമ്മുടെ തേങ്ങ അതിൻ്റെ സീനിയറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരെന്ന് വർത്താനം പറയണായിരിക്കും. അപ്പോൾ സീനിയർ ചോദിക്കും ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊക്കെ തയ്യാറായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ടാങ്ക് പറയും പിന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറയും. അപ്പോൾ നമ്മുടെ സീനിയർ പറയുകയാണെ ഇതിലിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 4 ആൾക്കാർ മാത്രമല്ലോ 5 ആൾക്കാരല്ലോ വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാങ്ക് പറയും അഞ്ചാമത്തെ ആള് ആ മറ്റേ ആളാണ്, ആ ആളായിട്ട് നമുക്ക് കുറച്ച് ക്രാഷ് ഉണ്ടായ ആളാണ് പറയും. അത് കേട്ടപ്പോൾ നമ്മുടെ സീനിയർ പറയും അയാളൊപ്പം പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ എന്താ അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്നുള്ള രീതിക്ക് തന്നെ പറയും എന്ത് സംഭവിച്ചാലും നമുക്ക് ഇപ്രാവശ്യം ക്ലാസ് 60ൽ തോൽക്കാൻ പാടില്ല, അതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയും. അത് കേട്ടപ്പോൾ നമ്മുടെ സീനിയർ എന്നാ ഓക്കെ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞിട്ട് സമ്മതം കൊടുക്കുകയാണ്. മാത്രമല്ല ആ ഈ പ്രോഗ്രാം ഫുള്ള് കണ്ടക്ട് ചെയ്യാനുള്ള പവറും ഓനക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചങ്ങ പറയണേ ഈ കളിയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനും കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സീനിയർ പറയണേ മറ്റേ ആളും കൂടി ഉണ്ടെങ്കിൽ ഒക്കെ സെറ്റ് ആവും എന്ന് പറയാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ തേങ്ങിൻ്റെ അസിസ്റ്റൻറ്റിനാണ്. അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഗൂഫനെ കാണാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. ഈ ഗൂഫനെ അറിയണത് മറ്റേ നേരത്തെ ഒരു കോൺവെർസേഷനിൽ നമ്മുടെ തേങ്ങും അതുപോലെ തന്നെ നമ്മുടെ സീനിയർ കൂടി വർത്താനം പറഞ്ഞിരുന്നില്ലേ ഒരാളെ കുറിച്ചിട്ട് അയാളായിരിക്കും. ഈ ഗൂഫനെ അറിയുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാവരും നേരിടാൻ പറ്റിയ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തേങ്ങനെ ഈ ഗൂഫനെ ഇതിലേക്ക് ആഡ് ആക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവുക. അപ്പം നമ്മുടെ ഗൂഫൻ ചോദിക്കും അപ്പം ഞാനിപ്പോൾ ഈ ടീമിൽ കയറുന്ന കാര്യം കൗൺസിലിൽ സമ്മതത്തോടെയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയും അറിയും എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ കുഫനും എന്നാൽ ഓക്കെ ഞാനും ഉണ്ടാവും ഇനി മുതൽ ആ ടീമിൽ എന്ന് പറയും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. വീട്ടിൽ വർക്ക് നടക്കായതുകൊണ്ടാണ് ഇതുവരെയായിട്ടും വീഡിയോസ് ഇട്ടായിരുന്നത്, കാരണം നല്ല നോയ്സ് ഉണ്ടാവും. പിന്നെ അത് കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത്. ഞാൻ പറ്റുന്നിടത്തോളം നോയ്സ് കളയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.